അപ്പോൾ മക്കളെ, ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദി ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ബോട്ടണി. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ എങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ബയോളജി എന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ലേ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇത്തിരിയൂടെ വലുതായപ്പോൾ ഈ ബയോളജി നമ്മൾ രണ്ടായിട്ട് തിരിക്കാൻ പോവാണ്. ഒന്ന് ബോട്ടണിയും ഒന്ന് സുവോളജി. ബോട്ടണി എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സിനെ പറ്റിയുള്ള പഠനമാണ് അല്ലേ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ ലിവിങ് ബീങ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. അഞ്ചായിട്ട്. എത്രയായിട്ട്? അഞ്ചായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത് ക്ലാസിഫൈ ചെയ്ത ആളുടെ പേര് R.H. വിറ്റാക്കർ എന്നാണ്. അദ്ദേഹം 1969 ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് 5 കിങ്ഡമാണുള്ളത്. അതിലൊന്നാമത്തേതാണ് മൊണീറ. മൊണീറ എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്, ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള, ഏറ്റവും ആദ്യം ഉണ്ടായ ലിവിങ് ഓർഗാനിസംസ് ആണ്. അതിനുശേഷം അതിൽ നിന്ന് നമുക്ക് പ്രോട്ടിസ്റ്റ ഉണ്ടാവും. ഈ പ്രോട്ടിസ്റ്റയിൽ നിന്ന് നമുക്ക് പ്ലാന്റും ആനിമൽസും ഫംഗസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇതിനെ ക്ലാസിഫൈ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒന്നെന്ന് പറയുന്നത് സെൽ സ്ട്രക്ചറാണ്. ഇത് പ്രോകാരിയോട്ടാണോ അല്ലെങ്കിൽ യൂകാരിയോട്ടാണോ? അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് പ്രോകാരിയോട്ട് എന്ന് വിളിക്കുന്നത്. അതിനൊരു ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ടാവില്ല, ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവില്ല ന്യൂക്ലിയസിന് ചുറ്റും. അതിൻ്റെ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ആയിരിക്കും. അതുപോലെ തന്നെ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ സ്ട്രക്ചേഴ്സ് ഉണ്ടാവില്ല അതിൻ്റെ സെൽ ഓർഗനൽസിൽ. നമ്മൾ ബാക്ടീരിയ പോലത്തെ ജീവികളെയാണ് പ്രോകാരിയോട്ട് എന്ന് വിളിക്കുക. നമുക്കറിയാം, കുഞ്ഞു ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂകാരിയോട്ട് എന്ന് പറഞ്ഞാലോ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അവർക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഡബിൾ ലെയേർഡ് കവറിങ് ഉണ്ട് അവരുടെ സെൽ ഓർഗനൽസിന്. ഇതൊക്കെയാണ് നമ്മൾ യൂകാരിയോട്ട് എന്ന് പറയുന്നത്. ഒന്ന് സെൽ സ്ട്രക്ചറാണ്. അടുത്തെന്ന് പറയുന്നത് ബോഡി ഓർഗനൈസേഷനാണ്. അത് യൂണിസെല്ലുലാർ ആണോ, അത് മൾട്ടി സെല്ലുലാർ ആണോ, ടിഷ്യൂ ലെവലാണോ, അതിൻ്റെ ബോഡി എങ്ങനെയാണ്, അതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊണീറിയും പ്രോട്ടിസ്റ്റൊക്കെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. പക്ഷേ പ്ലാന്റ്, ആനിമേലിയ, ഫംഗസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത് മൾട്ടി സെല്ലുലാർ ആണ്. പിന്നെ നമ്മൾ നോക്കും ഇതിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണ്. ഇപ്പോൾ നമ്മൾ മൊണീറ എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ഗ്രൂപ്പാണ്. നമ്മൾ മൊണീറയെ പറ്റി പറയുകയാണെങ്കിൽ അതിനകത്ത് സ്വയം ആഹാരം പാകം ചെയ്യുന്ന, അതായത് ഫോട്ടോട്രോപ്സ് ആയിട്ടുള്ള, ഓട്ടോട്രോപ്പിക് ആയിട്ടുള്ള ജീവികളുണ്ട്. ഹെട്രോട്രോപ്പിക്, മറ്റൊരു ജീവിയെ അറ്റാക്ക് ചെയ്യുന്ന ബാക്ടീരിയ. നമുക്ക് ബാക്ടീരിയ രോഗമൊക്കെ വരും അല്ലേ, അപ്പോൾ രോഗമൊക്കെ പരത്തുന്ന ബാക്ടീരിയാസ് ഉണ്ട്. ഹെട്രോട്രോപ്പിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണത്. അങ്ങനത്തെ ബാക്ടീരിയാസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടിസ്റ്റയ്ക്കകത്തും ഫംഗസിനകത്തും എല്ലാം പല മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്ന ജീവികളുണ്ട്. ആനിമൽസ് പൊതുവെ ഹെട്രോട്രോപ്പിക്കാണ്. പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഓട്ടോട്രോപ്പിക്കാണ്. നമുക്കറിയാം, അവർക്ക് ക്ലോറോഫിലുണ്ട്, അവർ ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ജീവികളാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, എസെക്ഷൽ ആണോ, സെക്ഷൽ ആണോ, വെജിറ്റേറ്റീവ് ആണോ, അങ്ങനെ 3 ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. അതനുസരിച്ചും ഒക്കെ ചേർത്തിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഫൈലോജനറ്റി എന്ന് വെച്ചാൽ ഇതിൻ്റെ എവല്യൂഷൻ. ആദ്യം ആരാണ് ഉണ്ടായത്? ആദ്യം മൊണീറിയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് പ്രോട്ടിസ്റ്റ് വരുന്നത്. അതിനുശേഷമാണ് മറ്റ് ഓർഗാനിസംസ് വരുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിളാണിത്. ഇത് നോക്കി, ഇവിടെ നമ്മൾ മൊണീറയെ പറ്റിയാണ് ആദ്യം പറയുന്നത്. മൊണീറയുടെ സെൽ എങ്ങനെയാണ്? പ്രോകാരിയോട്ട്. അത് ബാക്ടീരിയ സെല്ലാം പ്രോകാരിയോട്ടാണ്. അതേപോലെ അതിൻ്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നോൺ സെല്ലുലോസിക്കാണ്, സെല്ലുലോസ് കൊണ്ടല്ല. അതേപോലെ അതിൻ്റെ ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ്. പ്രോകാരിയോട്ട് വന്നാൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാറാണ്. മൊണീറയും പ്രോട്ടിസ്റ്റയും സെല്ലുലാറാണ്. ഇതിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക് ആവാം, ഹെട്രോട്രോഫിക് ആവാം. ഓട്ടോട്രോഫിക്കിൽ തന്നെ ഇത് കീമോസിന്തറ്റിക് ആവാം, ഫോട്ടോസിന്തറ്റിക് ആവാം. ഫോട്ടോസിന്തറ്റിക് എന്ന് വെച്ചാൽ വെളിച്ചം എടുത്തിട്ട്, അതായത് സൺലൈറ്റിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നു. കീമോസിന്തറ്റിക് ഒരു കെമിക്കലിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ഇത് ഹെട്രോട്രോഫിക് ആവാം. ഈ ഹെട്രോട്രോഫിക് എന്ന് വെച്ചാൽ മറ്റൊരു ജീവിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളാണ്. നമ്മളെപ്പോലെ, നമുക്ക് പ്ലാന്റ്സ് വേണം അല്ലേ, അതുപോലെ. അപ്പോൾ അതിനകത്ത് തന്നെ സാപ്രോഫൈറ്റിക് ആവാം, പാരസൈറ്റിക് ആവാം. പാരസൈറ്റിക് എന്ന് വെച്ചാൽ മറ്റൊരു ജീവിയെ പാരസൈറ്റായിട്ട് ജീവിക്കുക. സാപ്രോഫൈറ്റിക് എന്ന് വെച്ചാൽ ഈ ഡെഡ് ഓർഗാനിസത്തിൽ നിന്നൊക്കെ ന്യൂട്രിയൻസ് എടുക്കുന്ന ജീവികളാണ്. ഇപ്പോൾ നമ്മൾ പ്രോട്ടിസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് യൂകാരിയോട്ടാണ്. അതിന് സെൽവോൾ, ചില ജീവികളിൽ മാത്രമേ സെൽവോൾ ഉള്ളൂ. ശരിക്കും ഈ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് മറ്റൊരു ഗ്രൂപ്പിലും പെടാത്ത കുറച്ച് ജീവികളാണ്. യൂണിസെല്ലുലാർ ആണ്. പക്ഷേ ഇത് പലതും പ്ലാന്റ്സിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്, ആനിമൽസിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം കൂടെ യൂണിസെല്ലുലാർ ആയതുകൊണ്ട് ഒരു ഗ്രൂപ്പിലും കിട്ടും. ഒരു അവിയൽ ഗ്രൂപ്പാണ് ശരിക്കും ഇത്. അപ്പോൾ ഇതിൻ്റെ ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാറാണ്. ഇത് ഓട്ടോട്രോഫിക് ആവാം, ഹെട്രോട്രോഫിക് ആവാം. പിന്നെ നമ്മൾ ഫംഗസ്, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പാണ് ഫംഗസ്. ഫംഗസിനെ പറ്റി പറയുന്നത് യൂകാരിയോട്ടിക്കാണ്. അതിൻ്റെ സെൽ വോൾ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ സെൽ വോൾ എന്ന് പറയുന്നത് കൈറ്റിനാണ്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഇൻസെക്റ്റ് പോലത്തെ ജീവികളുടെ പുറംതോട്, എക്സോസ്കെലറ്റൻ ഉണ്ടാക്കിയിരിക്കുന്ന കൈറ്റിൻ കൊണ്ടാണ്. നമ്മുടെ ഈ പാറ്റയൊക്കെ അതിൻ്റെയൊക്കെ പുറംതോടിലുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അതാണ് കൈറ്റിൻ. അതുകൊണ്ട് തന്നെയാണ് ഫംഗസിൻ്റെയും സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതൊരു യൂകാരിയോട്ട് ആയതുകൊണ്ട് അതിന് ന്യൂക്ലിയർ മെംബ്രെയിനും ഒക്കെ പ്രസൻ്റ് ആണ്. ഇത് ടിഷ്യൂ ഓർഗൻ ലെവലിലൊക്കെ കാണാറുണ്ട്. വലിയ വലിയ ഫംഗസിനെയൊക്കെ നമ്മൾ കാണാറില്ലേ, കൂണ്. ഇത് ക്ലോറോഫിക്കാണ്. ഫംഗസിന് ക്ലോറോഫിൽ ഇല്ലാത്തതുകൊണ്ട് അത് ഹെട്രോട്രോഫിക്കാണ്. അത് സാപ്രോഫൈറ്റിക് ആവും. ഈ ഡെഡ് ആൻഡ് ഡീക്കെ ഓർഗാനിസത്തിൽ നിന്ന് വലിച്ചെടുക്കും. നമ്മൾ കച്ചിയൊക്കെ കൊടുക്കും അല്ലേ വളർത്താൻ. ഈ കച്ചിയൊക്കെ ഡെഡ് ആൻഡ് ഡീക്കെ ആയിട്ട് അതിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കും ഇത്. പിന്നെ പാരസൈറ്റിക് ആയിട്ടുള്ള ഒരുപാട് ഫംഗസ് ഉണ്ട്. നമുക്കറിയാം, രോഗം വരുന്ന ഫംഗസ് ഉണ്ട്. നമ്മൾ ആൻറ്റി ഫംഗൽ മെഡിസിൻസ് ഒക്കെ എടുക്കാറുണ്ട്. അതുപോലെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പ്ലാന്റാണ്. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് അടുത്ത ചാപ്റ്റേഴ്സിലെല്ലാം പഠിക്കും. പ്ലാന്റ്സും ആനിമൽസും. സുവോളജിയിൽ നിങ്ങൾ ആനിമൽസിനെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പ്ലാന്റ്സിനെ പറ്റി അടുത്ത നെക്സ്റ്റ് ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കിങ്ഡം മൊണീറയാണ്. മൊണീറ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്തേക്ക് കയറി നമ്മൾ പഠിക്കാൻ പോകണം. മൊണീറയിൽ കൂടുതലും കാണുന്നത് ബാക്ടീരിയാസ് ആണ്. അപ്പോൾ നമ്മുടെ ബാക്ടീരിയാസ് പല ഷേപ്പിൽ കാണുന്നുണ്ട്. നമുക്കിവിടെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട് ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ. നമുക്ക് നോക്ക്, ആ സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊക്കൈ. സ്പെറിക്കൽ കൊക്കൈ.
കണ്ടില്ലേ, വട്ടം വട്ടം പോലെ മുത്ത് മുത്ത് പോലെ കിടക്കുന്നത്. അതേപോലെ തന്നെ ഒരു റോഡ് ഷേപ്ഡ്, ഒരു നീളം, ഒരു തണ്ടൊക്കെ പോലെ അങ്ങനെ കിടക്കുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് ബാസിലേ, അതായത് റോഡ് ഷേപ്ഡ് ബാസിലേ. അടുത്തതൊരു സ്പൈറൽ ഷേപ്ഡ് ആയിട്ട് കണ്ടോ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പിറില്ല. പിന്നെ ഒരു കോമ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിബ്രിയോ. ഇനി നമുക്ക് ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ബാക്ടീരിയ നമുക്ക് പൊതുവെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ആർക്കി ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നും. ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു ട്രൂ ബാക്ടീരിയ അല്ല, കുറച്ചുകൂടെ എക്സ്ട്രീം ബാക്ടീരിയയാണ്. യു ബാക്ടീരിയ നമ്മൾ ട്രൂ ബാക്ടീരിയ എന്ന് വിളിക്കും. നമ്മൾ സാധാരണ പറയുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് യു ബാക്ടീരിയയാണ്. നമുക്ക് ഓരോന്നിനെയും പ്രത്യേകം നോക്കാം. ഒന്നാമത്തത് ആർക്കി ബാക്ടീരിയ. ഈ ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം കണ്ടീഷൻസിൽ ജീവിക്കുന്ന ജീവികളാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കണ്ടീഷൻ, ലൈക്ക് ഒരു വോൾക്കാനോ എടുക്കുകയാണെങ്കിൽ അതിൽ ജീവിക്കും. അതായത് അഗ്നിപർവ്വതത്തിലൊക്കെ ഏതെങ്കിലും ജീവിക്ക് ജീവിക്കാൻ പറ്റും, പക്ഷേ ഇത്തരം ബാക്ടീരിയകൾക്ക് ജീവിക്കാൻ പറ്റും. അതേപോലെ തന്നെ ചില ജീവികളുടെയൊക്കെ ഗട്ടിൽ, നമ്മുടെ ഈ ഹെർബിവോറസ് ആയിട്ടുള്ള കൗവൊക്കെ പോലത്തെ ജീവികളുടെ ഗട്ടിൽ ഇത് ജീവിക്കും. എന്നിട്ട് ഇതിനെ വിളിക്കുന്നത് മെഥനോജൻസ് എന്നാണ്. അപ്പോൾ അത് മീഥേൻ ഗ്യാസ് പുറന്തള്ളും. അതാണ് നമ്മൾ കണ്ടിട്ടില്ലേ, ബയോഗ്യാസ് പ്ലാന്റിലൊക്കെ നമ്മൾ ചാണകം എടുക്കും, എന്നിട്ട് ഈ ചാണകത്തിൽ നിന്ന് നമ്മൾ മീഥേൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുക്കിംഗ് ഗ്യാസായിട്ടൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഈ മെഥനോജൻസ് കാരണമാണ് നമുക്ക് ആ മീഥേൻ കിട്ടുന്നത്. അതേപോലെ തന്നെ ഹോട്ട് സ്പ്രിങ്ങിൽ ഭയങ്കര ചൂടുള്ള, ഭയങ്കര സോൾട്ടി ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ ഇതിന് ജീവിക്കാനുള്ള കഴിവുണ്ട്. തെർമോസിലോഫൈൽസ്, മെഥനോജൻസ്, ഹാലോഫൈൽസ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. നമ്മൾ പറയാറില്ലേ, ഏത് ലൈസോൾ ഇട്ട് ക്ലീൻ ചെയ്താലും ആ ചാവാത്ത വൺ ബാക്ടീരിയ, അത്രയും എക്സ്ട്രീം കണ്ടീഷനിൽ പോലും വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ടീരിയയാണ് നമ്മുടെ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. അടുത്തതാണ് യു ബാക്ടീരിയ. ഇതാണ് നമ്മൾ പൊതുവെ പറയുന്ന ബാക്ടീരിയ, നമുക്ക് രോഗമൊക്കെ ഉണ്ടാക്കുന്ന എന്ന് നമ്മൾ പറയാറില്ലേ, അങ്ങനത്തെ ബാക്ടീരിയാസാണ് യു ബാക്ടീരിയ. ഇതിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഓട്ടോട്രോഫിക്കും ഹെട്രോട്രോഫിക്കും. ഓട്ടോട്രോഫിക് എന്ന് വെച്ചാൽ സ്വയം ഫുഡ് അതിന് സിന്തസൈസ് ചെയ്യാൻ പറ്റും, സ്വയം ന്യൂട്രീഷൻ അതിനുണ്ടാക്കാൻ പറ്റും. ഹെട്രോട്രോഫിക് എന്ന് വെച്ചാൽ അതിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും, അതാണ് ഹെട്രോട്രോഫിക്. അപ്പോൾ ഈ ഓട്ടോട്രോഫിക്കിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് സൈനോ ബാക്ടീരിയ ആണ്. ഈ സൈനോ ബാക്ടീരിയ എന്ന് പറയുന്നത് ശരിക്കും ബ്ലൂ ഗ്രീൻ ബാക്ടീരിയ ആണ്. അതായത് ഇതിന് ക്ലോറോഫിൽ എ ഉണ്ട്, അതുകൊണ്ട് ഇതൊരു ബ്ലൂയിഷ് ഗ്രീൻ കളറിലായിരിക്കും കാണും. നമ്മൾ സാധാരണ തെങ്ങിൻ്റെയൊക്കെ മണ്ടയിൽ കാണും, തെങ്ങൊക്കെ പോയി നോക്കാമെങ്കിൽ അവിടെയൊക്കെ ചെറിയ ഇത് കാണും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. സാധാരണ പ്ലാന്റ്സിന് നേരിട്ട് നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. നമുക്കറിയാം, ഈ നമ്മുടെ ചെടിയുണ്ടല്ലോ, ചില പയർ ചെടികളുടെയൊക്കെ അടിയിൽ ഈ ലെഗ്യൂമിനസ് പ്ലാന്റ്സിൻ്റെയൊക്കെ റൂട്ടിൽ ചെറിയ നൊഡ്യൂൾസ് ഒക്കെ പോലത്തെ അങ്ങനത്തെ ബാക്ടീരിയൊക്കെയാണ് അതിന് ന്യൂട്രിയൻസ്, അതായത് ഈ നൈട്രജൻ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഒരു ജീവിയാണിത്. ഇതിന് ഈ നൈട്രജൻ ഇതിൻ്റെ സെല്ലിൽ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്, നൈട്രജനെ ഡയറക്റ്റ് എടുക്കാനുള്ള കഴിവുണ്ട്. ആ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെട്രോസിസ്റ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ പേര് ഹെറ്ററോസിസ്റ്റ്. യൂണിസെല്ലുലാർ ആണ്. ഇത് സാധാരണ കോളനി പോലെ, അതായത് ഓരോരോ സെല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ച് മാല പോലെയാണ് കാണാറ്. അടുത്തത് കീമോസിന്തറ്റിക്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സൈനോ ബാക്ടീരിയ എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ആണ്. കാര്യം അതിനൊരു പിഗ്മെൻ്റ് ഉണ്ട്, ക്ലോറോഫിൽ എ ഉണ്ട്. പക്ഷേ അത് അപ്പോൾ സൺലൈറ്റിൽ നിന്നാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കീമോസിന്തറ്റിക് ബാക്ടീരിയ കെമിക്കലിൽ നിന്നാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കെമിക്കൽസ് ലൈക്ക് ഈ നൈട്രേറ്റ്സിൽ നിന്നും അമോണിയെന്നും ഒക്കെ ഇതിന് ഫുഡ് സ്വന്തമായിട്ട് ന്യൂട്രിയൻസ് എടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇത് റീസൈക്ലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ബാക്ടീരിയയാണ് ഹെട്രോട്രോഫിക് ബാക്ടീരിയ. നമ്മൾ പറയാറുള്ള പതോജൻസ്. ചില ബാക്ടീരിയ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കാറുണ്ട്, ചില ബാക്ടീരിയ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ന്യൂമോണിയൊക്കെ വരുത്തുന്ന ബാക്ടീരിയാസ് ഉണ്ട്. അങ്ങനത്തെ ബാക്ടീരിയാസൊക്കെയാണ് ഈ ഹെട്രോട്രോഫിക്കിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രോട്ടിസ്റ്റ പഠിക്കാം. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, യൂണിസെല്ലുലാർ ആയിരിക്കും. ഇവർക്ക് പല ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്. ഓട്ടോട്രോഫിക് ആവാം, ഹെട്രോട്രോഫിക് ആവാം. ഇവരുടെ പ്രത്യേകത ഇവർ യൂക്യാരിയോട്ടിക് ആണ്, പക്ഷേ യൂണിസെല്ലുലാർ ആണ്. അതായത് നമ്മുടെ മുന്നീറിൽ നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവികളാണ്. ഇവർ പല ടൈപ്പ് ഉണ്ട്. ഇവർ ആനിമൽസിൻ്റെ സ്വഭാവം കാണിക്കുന്നവരുണ്ട്, പ്ലാന്റ്സിൻ്റെ സ്വഭാവം കാണിക്കുന്നവരുണ്ട്, ഫംഗസിൻ്റെ സ്വഭാവം കാണിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഇതിനെല്ലാം കൂടി ഒരു മിക്സ് ചെയ്തൊരു ഗ്രൂപ്പിൽ ഇട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഒന്നാമത്തേത് ക്രൈസോഫൈറ്റ്സ്. ഈ ക്രൈസോഫൈറ്റ്സിന് രണ്ട് ടൈപ്പ് ഓഫ് പ്രോട്ടിസ്റ്റുകളുണ്ട്. ഒന്ന് ഡയാറ്റംസും ഒന്ന് ഗോൾഡൻ ആൽഗി അല്ലെങ്കിൽ ഡെസ്മിഡ്സ് എന്ന് നമ്മൾ വിളിക്കും. ഈ ഡയാറ്റംസ് എന്ന് പറയുന്നത് ഒരു നമ്മൾ സാധാരണ ഇതിന് ആൽഗയൊക്കെ പഠിക്കുമ്പോഴേ നമ്മളിതിനെ പഠിക്കാറുണ്ട്. അപ്പോൾ ഈ ഡയാറ്റംസിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ സെൽ വോളിൽ സിലിക്കയുണ്ട്. അതായത് സിലിക്ക എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ്, ഇറ്റ്സ് എ ഹാർഡ് സബ്സ്റ്റൻസ്. ആ ഒരു സബ്സ്റ്റൻസ് ഇതിൻ്റെ സെൽ വോളിൽ കാണാൻ പറ്റും. ഇതിൻ്റെ സെൽ വോളിൽ ഈ സിലിക്ക ഉള്ളതുകൊണ്ട് തന്നെ ഇത് ചത്തുപോയാലും ഇതിൻ്റെ ഈ സെൽ വോൾ നശിക്കാതെ കിടക്കും. കുറേ നാൾ നമ്മുടെ വാട്ടർ ബോഡീസിൻ്റെയൊക്കെ അണ്ടർ പാർട്ടിൽ ഇത് കുറേ നാളിങ്ങനെ കിടക്കും. എന്നിട്ട് ഇത് ഒരു സബ്സ്റ്റൻസ് ആയിട്ട് മാറും. ഇതിന് നമ്മൾ ഡയറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയും. ഇത് ഒരുപാട് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ളൊരു സബ്സ്റ്റൻസ് ആണ്. അതായത് ഡയാറ്റംസിൻ്റെ സെൽ വോളിലുള്ള സിലിക്ക കാരണം ഇത് കുറേ നാളിങ്ങനെ, ഈ ജീവി നശിച്ചു പോയാലും ഇത് കുറേ നാളിങ്ങനെ ഇതിൻ്റെ സെൽ വോൾ നശിക്കാതെ കിടന്നിട്ടുണ്ടാവുന്ന സബ്സ്റ്റൻസ് ആണ് എന്ത്, ഡയറ്റോമേഷ്യസ് എർത്ത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൈനോ ഫ്ലജലേറ്റ്സ് ആണ്. ഡൈനോ എന്ന വാക്കിനർത്ഥം 2 എന്നാണ്. അപ്പോൾ 2 ഫ്ലജലുള്ള ജീവികളാണ് എന്ത്, ഡൈനോ ഫ്ലജലേറ്റ്സ്.
ഇത് കാരണമാണ് ഇതിൻ്റെ റെഡായിട്ടുള്ളൊരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഈ ജീവി കാരണമാണ് നമുക്ക് റെഡ് ടൈഡ്സ് എന്ന് പറയുന്നൊരു ഫിനോമിന ഉണ്ടാകുന്നത്. അതിന് കാരണക്കാരാവുന്ന ഒരു ഡൈനോഫ്ലാജെല്ലൈറ്റിൻ്റെ എക്സാമ്പിളാണ് ഗോണിയോലെക്സ്. അതായത് ഈ ജീവി ഉള്ള സ്ഥലത്ത് വാട്ടർ റെഡ് കളറിൽ കാണും. ഇതൊരു ടോക്സിൻ സബ്സ്റ്റൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് യുഗ്ലിനോയിഡ്സ് ആണ്. യുഗ്ലിനോയിഡ്സ് നമ്മൾ പണ്ടൊക്കെ യുഗ്ലിൻ കണ്ടിട്ടുണ്ടല്ലേ, ആ യുഗ്ലിനൊക്കെ വരുന്ന ഗ്രൂപ്പാണ് ഈ യുഗ്ലിനോയിഡ്സ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിനൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട്. അതിനെ നമ്മൾ പെല്ലിക്കിൾ എന്ന് വിളിക്കും. എന്ത്? പെല്ലിക്കിൾ. അതിനും 2 ഫ്ലാജെല്ലയാണ് ഉള്ളത്. ഈ ജീവിയുടെ ഒരു പ്രത്യേകത, ഇതിന് പ്ലാന്റിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്, ആനിമൽസിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്. ഇതിന് സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ ഇത് ഫോട്ടോട്രോപ്പിക് ആവും. അതായത് സ്വന്തമായിട്ട് ആഹാരം, അതിന് ന്യൂട്രിയൻസ് പാകം ചെയ്യാൻ പറ്റും. അഥവാ ഇതിന് സൺലൈറ്റ് ഇല്ലെങ്കിൽ ഇതൊരു ഹെട്രോട്രോഫിക് ആയിട്ടും ബിഹേവ് ചെയ്യും. ഒരു ആനിമലിനെ പോലെ മറ്റൊരു ജീവിയെ ഡിപ്പെൻഡ് ചെയ്തും ഇതിന് ജീവിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്തെന്ന് പറയുന്നത് സ്ലൈം മോൾഡാണ്. ഈ സ്ലൈം മോൾഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വെറൈറ്റി, ഫാസിനേറ്റിംഗ്, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റലിജൻറ്റ്, നോട്ട് ഇൻ ദ സെൻസ് ഓഫ് ബ്രെയിൻ, ബട്ട് ഇറ്റ്സ് കൺസിഡർഡ് ആസ് എ മോർ അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് പ്രോട്ടിസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ഈ സ്ലൈം മോൾഡ് ഒരു നമ്മൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വീഴുന്ന ചില സ്ഥലങ്ങളിലൊക്കെ സ്ലൈം മോൾഡിനെ കാണാറുണ്ട്. ഈ ഗാർഡൻ ഏരിയാസിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, മഞ്ഞ കളറിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്ലൈം മോൾഡിൻ്റെ പ്രത്യേകത, ഇത് സാപ്രോഫൈറ്റിക്കാണ്. ഇതിൻ്റെ പ്ലാന്റ് ബോഡി നമ്മൾ വിളിക്കുന്നത് ഒരു പ്ലാസ്മോഡിയം എന്നാണ്. ഇങ്ങനെ ഒരുമാതിരി നമ്മൾ അമീബയൊക്കെ വരയ്ക്കില്ലേ, അതേപോലെ ഒരു സ്ട്രക്ചറിൽ കിടക്കും. ഇതിൻ്റെ പ്രത്യേകത, കുറേ സയൻറ്റിസ്റ്റ് ഇതിനെപ്പറ്റി ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫുഡുള്ള സ്ഥലത്തേക്ക് ഭയങ്കര പെട്ടെന്ന് ചെല്ലും. ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര ഫാസിനേറ്റിംഗ് ആൻഡ് ക്യൂരിയോസിറ്റി ഇൻഡ്യൂസിങ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ ജപ്പാനിലെ റോഡ് എങ്ങനെയാണ് ഇവർ റോഡ് ഒക്കെ പണിയേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച സമയത്ത് അവിടുത്തെ കുറച്ച് സയൻറ്റിസ്റ്റുകൾ ഒരു സ്ലൈം മോൾഡിനെ വെച്ചിട്ട് കുറേ ടൗണിൽ കണക്ട് ചെയ്യേണ്ട ടൗണിലൊക്കെ അതിൻ്റെ ഫുഡ് വെക്കും. അപ്പോൾ ഈ സ്ലൈം മോൾഡ് ഏറ്റവും ഈസി വേയിൽ അവിടെ എത്തും. അത് ഫുഡ് ക്യാപ്ചർ ചെയ്യുന്ന സ്ഥലത്തേക്ക് അത് സ്പ്രെഡ് ആവും. അപ്പോൾ അങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് സ്ലൈം മോൾഡിനെ ഉപയോഗിക്കാം. കാര്യം അത് ഏറ്റവും ഫാസ്റ്റായിട്ട് ഫുഡിലേക്ക് എത്താനുള്ള വഴി നോക്കും. അതുപോലെ നമ്മൾ ടെഡ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, TED. അതിൽ നോക്കുകയാണെങ്കിൽ സ്ലൈം മോൾഡിനെ പറ്റി ഒരുപാട് ഫാസിനേറ്റിംഗ് ഫീച്ചേഴ്സുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. താല്പര്യമുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടോസോവൻസ് ആണ്. നമ്മൾ ഒരുപാട് രോഗങ്ങൾ, പ്രോട്ടോസോവൻ കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, മലേറിയ പോലത്തെ രോഗങ്ങൾ, അതൊക്കെ പരത്തുന്ന ജീവികളാണ് പ്രോട്ടോസോവൻസ്. ദേ ആർ ഹെട്രോട്രോപ്സ്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പല ടൈപ്പിലുണ്ട്. അമീബോയിഡ് ഉണ്ട്, നമ്മുടെ അമീബയൊക്കെ പോലത്തെ അമീബ, അതാണ് അമീബോയിഡ്. പിന്നെ ഫ്ലജെല്ല ഉള്ളതുണ്ട്, അതിനെ ഫ്ലജെല്ലേറ്റഡ് എന്ന് വിളിക്കും. സീലിയ ഉള്ളതുണ്ട്. സീലിയ എന്നൊക്കെ പറയുന്ന സ്ട്രക്ചേഴ്സാണ്, മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ്, നമ്മുടെ കാലൊക്കെ പോലെ സിലിയേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ സ്പോറോസോവൻസ് ഉണ്ട്, അതാണ് നമുക്ക് മലേറിയ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഫംഗസ്. ഫംഗസ് എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ക്ലോറോഫിലൊന്നുമില്ല, അതുകൊണ്ട് ഇത് ഹെട്രോട്രോഫായിട്ട് ജീവിക്കുന്നതാണ്. ഇതിൻ്റെ സെൽ വോൾ എന്ന് പറയുന്നത് കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. മറ്റ് ജീവികളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തരാണ് ഇവർ. നമ്മുടെ മരങ്ങളൊക്കെ ഇല്ലേ, മരങ്ങളുടെ റൂട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ ഇവർ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ കഴിക്കാറുണ്ടല്ലേ, ഇവർക്ക് ഒരുപാട് ന്യൂട്രിയൻസ് ഗുണങ്ങളുണ്ട്. പല ഫംഗസ് സ്പീഷീസിനും ഒരുപാട് ന്യൂട്രിയൻസ് ഗുണങ്ങളുണ്ട്. പക്ഷേ അതേപോലെ തന്നെ പലതും ഭയങ്കര കൊടിയ വിഷമാണ്. അപ്പോൾ ഇവരൊരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരുടെ ബോഡിയെ നമ്മൾ പറയുന്ന പേര് ഹൈഫേ എന്നാണ്. ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഡിഫിക്കൽട്ടായിട്ടൊക്കെ തോന്നും, പക്ഷേ വീണ്ടും ഇത് കേൾക്കും. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കും. ഇതിൻ്റെ ബോഡിയുടെ പേര് ഹൈഫേ എന്നാണ്. ഈ ഹൈഫേ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക്, ഒരു ത്രെഡ് പോലത്തെ ഇങ്ങനെ കുറേ സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ ചേർന്നിട്ടാണ് ഇവരുടെ ബോഡി ഉണ്ടാകുന്നത്. ഇവരുടെ ടോട്ടൽ ബോഡി, അത് ഈ ഹൈഫേ കണക്ട് ചെയ്തുണ്ടാകുന്ന ഇവരുടെ ടോട്ടൽ ബോഡി നമ്മൾ വിളിക്കുന്ന പേരാണ് മൈസീലിയം. ഇനി നമ്മൾ ഇവരുടെ ഗ്രൂപ്പൊക്കെ പറയുമ്പോൾ നമ്മൾ മൈസീഡ്സ് അങ്ങനെയൊക്കെ പറയും. ഈ മൈസീഡ്സ് എന്ന് പറയാൻ കാരണം ഈ മൈസീലിയം എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വന്നുകൊണ്ടാണ്. മൈസീലിയം എന്ന് പറയുന്നത് എന്താണ്? ഇവരുടെ ബോഡിയാണ്. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്? പല ഹൈഫേ ചേർന്നിട്ടാണ് ഈ മൈസീലിയം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഫംഗസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവർ യൂക്യാരിയോട്ടാണ്. ഇവരുടെ സെൽ വോൾ കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇവർ ഹെട്രോട്രോഫിക്കാണ്. ഇവർ യൂണിസെല്ലാർ ഉണ്ടാവാം. ഇവരിൽ യൂണിസെല്ലാറൊക്കെ ഉണ്ട് കേട്ടോ, ഈസ്റ്റൊക്കെ പോലത്തെ ജീവികൾ. അതേപോലെ തന്നെ ഇവർ കൂടുതലും കാണിക്കുന്ന മൾട്ടി സെല്ലാർ ഓർഗനൈസേഷനാണ്. ഇവർ പല ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനൂടെ നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഫൈക്കോമൈസീറ്റ്സ് ആണ്. രണ്ടാമത്തേത് ആസ്കോമൈസീറ്റ്സ്, ബെസിഡിയോമൈസീറ്റ്സ്, ഡ്യൂട്രോമൈസീറ്റ്സ്. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നും, ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ്. വീണ്ടും വായിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പേരിനൊക്കെ ഓരോ അർത്ഥമുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫൈക്കോമൈസീറ്റ്സ് ആണ്. ഇവർ കൂടുതലും ഒരു പ്ലാന്റുമായിട്ടൊക്കെ സിമിലാരിറ്റി കാണിക്കുന്ന അതുപോലെ തന്നെ ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ളൊരു ഫംഗസ് ആണെന്നൊക്കെ നമുക്ക് ഇവരെ വിളിക്കാം. ഇവരുടെ പ്രത്യേകത, ഇവർ എസെപ്റ്റേറ്റ് ആണ്, സീനോസൈറ്റിക് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് തോന്നിയത് എന്താണെന്ന്. നമുക്കൊരു ഫംഗസിൻ്റെ ബോഡിയെ ഇങ്ങനെ നമ്മളൊരു ഫംഗസിൻ്റെ ബോഡിയെ ഇങ്ങനെ വരച്ചു എന്ന് വെച്ചു. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ന്യൂക്ലിയസ് കാണും. നമുക്കറിയാം ഓരോ സെല്ലുമാണ് ഓരോ ന്യൂക്ലിയസ് സാധാരണ ഒരു ജീവിയുടെ ഇരിക്കുന്നത്. പക്ഷേ ഇവരുടേത് ഇങ്ങനെ 1 ന്യൂക്ലിയസ്, 2 ന്യൂക്ലിയസ്, 3 ന്യൂക്ലിയസ് ഇങ്ങനെ ഇരിക്കും. ഇതിനിടയിലൊരു പാർട്ടീഷൻ ഇല്ല. ഇങ്ങനത്തേനാണ് നമ്മൾ എസെപ്റ്റേറ്റ് എന്ന് വിളിക്കുക. അഥവാ ഒരു ഫംഗൽ ബോഡിയിൽ 1 ന്യൂക്ലിയസ് കഴിഞ്ഞൊരു പാർട്ടീഷൻ,
അടുത്ത ന്യൂക്ലിയസ് കഴിഞ്ഞൊരു പാർട്ടീഷൻ. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളതിനെ സെപ്റ്റേറ്റ് എന്ന് വിളിക്കും. ഈ പാർട്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെപ്റ്റ. ഓക്കെ, ഈ പാർട്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സെപ്റ്റ. ഈ പാർട്ടീഷൻ ഉള്ളതിനെ നമ്മൾ സെപ്റ്റേറ്റ് എന്നും ഇല്ലാത്തതിനെ നമ്മൾ എസെപ്റ്റേറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇതിനകത്ത് ന്യൂക്ലിയസ് ഒക്കെ ഇങ്ങനെ ഒരേപോലെ കിടക്കുന്ന പോലെ തോന്നില്ലേ, അതിനെയാണ് നമ്മൾ സീനോസൈറ്റിക് എന്ന് വിളിക്കുക. അതായത് ന്യൂക്ലിയസ് ഒക്കെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഇല്ലാതെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? സീനോസൈറ്റിക് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെപ്റ്റേറ്റ് ആണ്, സീനോസൈറ്റിക് ആണ്. അപ്പോൾ ഒരു പ്രിമിറ്റീവ് മോഡലാണ്. ഇതിൻ്റെ ഇടയിൽ ഇതിന് ഒരു വോളോ സെപ്റ്റോ ഒന്നുമില്ല. ഇതിൻ്റെ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2 ഗമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. എസെക്ഷൽ എന്ന് പറഞ്ഞാൽ അത് നേരെ ഒരു ജീവി മാത്രം മതി, അതിന് ഗമീറ്റ്സ് ഒന്നും ആവശ്യമില്ല, നേരിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് സൂസ്പോറും എപ്ലാനോസ്പോറുമാണ്. അതായത് ഇത് 2 ടൈപ്പ് ഓഫ് സ്പോർ ഉണ്ടാക്കും. സ്പോർ എന്ന് പറയുന്നൊരു സ്ട്രക്ചറാണ് ഇതിനുണ്ടാക്കുന്നത്. 2 ടൈപ്പ് ഓഫ് സ്പോർ ഉണ്ടാക്കും. അതിലൊരു സ്പോറിനെ നമ്മൾ വിളിക്കുന്നത് സൂസ്പോർ എന്നാണ്. ഈ സൂസ്പോർ നമ്മൾ സൂന്ന് വിളിക്കുന്നത് എന്താ? ആനിമൽസ് ഉള്ള സ്ഥലമല്ലേ സൂ എന്ന് പറയുന്നത്. ഈ ആനിമൽസിനെ എന്തുകൊണ്ടാണ് സൂന്ന് വിളിക്കുന്നത് വെച്ചാൽ ഇത് മൂവ് ചെയ്യാൻ കഴിവുള്ള ജീവികളെയാണ് നമ്മൾ ആനിമൽസ് എന്ന് വിളിക്കുക. പ്ലാന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്ലാന്റിന് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ആനിമൽസിനാണ് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മൂവ് ചെയ്യുന്ന ജീവികളെ ഇടുന്ന സ്ഥലമാണ് സൂ. അപ്പോൾ മൂവ് ചെയ്യാൻ കഴിവുള്ള സ്പോറാണ് സൂസ്പോർസ്. ഓക്കെ, ഇതുണ്ടാക്കുന്നൊരു സ്പോറാണ് സൂസ്പോർസ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു മുട്ടയിലാണ്, അതിന് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി എപ്ലാനോസ്പോർ ആണെങ്കിൽ മൂവ് ചെയ്യാൻ കഴിയില്ലാത്ത സ്പോർസാണ്. ഇങ്ങനത്തെ 2 ടൈപ്പ് ഓഫ് സ്പോറാണ് ഈ ഫൈക്കോമൈസീറ്റ്സ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ 2 ഗമീറ്റ്സ് ഒന്നുകിൽ അത് സെയിം ടൈപ്പ് ആവാം, സെയിം സൈസ് ആവാം, അല്ലെങ്കിൽ 2 സൈസ് ആവാം. അതും അല്ലെങ്കിൽ ഒരു വലിയ ഒരു നമ്മുടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഫീമെയിൽ ഗമീറ്റ് കുറച്ച് വലുതും മെയിൽ ഗമീറ്റ് കുറച്ച് ചെറുതുമായിരിക്കും. അങ്ങനത്തെ കുറച്ച് അഡ്വാൻസ് ടൈപ്പ് ആവാം. ഇതിനെ നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ കൂടി ഫ്യൂഷൻ നടന്നിട്ട് ഒരു സൈഗോട്ട് ഉണ്ടാവും നമ്മൾ കേട്ടിട്ടില്ലേ, അതേപോലെ തന്നെ ഇതിനകത്തൊരു സൈഗോസ്പോർ ഉണ്ടാവും ഈ ഫ്യൂഷൻ കാരണം. അതിൽ നിന്നൊരു പുതിയ ഫംഗസ് ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഗമീറ്റ്സിൻ്റെ ടൈപ്പ് അനുസരിച്ച് ഇതിനെ 3 ആയിട്ട് തിരിക്കാം. ഗമീറ്റ്സ് രണ്ടും സെയിം സൈസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഐസോഗമി എന്ന് വിളിക്കും. സെയിം ഐസോ. ഇത് രണ്ടും ഡിഫറൻറ്റ് സൈസ് ആണെങ്കിൽ, ഒന്ന് വലുതും ഒന്ന് ചെറുതാണെങ്കിൽ നമ്മൾ അതിനെ അനൈസോഗമി എന്ന് വിളിക്കും. 2 ഗമീറ്റ്സ്, ഗമി എന്നുള്ളത് ഗമീറ്റ്സിന് എടുക്കാം. ഐസോ എന്ന് വെച്ചാൽ സെയിം, അനൈസോ എന്ന് വെച്ചാൽ ഡിഫറൻറ്റ് സൈസ്. ഊഗമി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ടൈപ്പാണ്. ഫീമെയിൽ ഗമീറ്റ് കുറച്ചുകൂടെ വലുതായിരിക്കും, മെയിൽ ചെറുതായിരിക്കും. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റൈസോപ്പസ്, നമുക്ക് റെക്കോർഡിലൊക്കെ വരയ്ക്കാറുണ്ട്. റൈസോപ്പസ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗസ് ഉണ്ട്. നെക്സ്റ്റ് ആസ്കോമൈസീറ്റ്സ് ആണ്. ഇതെന്ന് പറയുന്നത് സെപ്റ്റേറ്റ് ആണ്. ഇതിനിടയിൽ സെപ്റ്റ ഉണ്ട്, അതുപോലെ തന്നെ ഇത് ബ്രാഞ്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് കൊണീഡിയയാണ്. നമ്മൾ കാണുന്നില്ല ആ നീണ്ടിരിക്കുന്ന സ്ട്രക്ചർ, അതാണ് കൊണീഡിയ. ഇതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആസ്കോസ്പോർസ് വഴിയാണ്. അതായത് ഇതിനൊരു ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ആസ്കസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാവും. അതിൽ നിന്ന് ആസ്കോസ്പോർ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടാവും. അതിൽ നിന്നാണ് പുതിയ ഫംഗസ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ ക്ലാവിസെപ്സും ന്യൂറോസ്പോറയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ടെക്സ്റ്റിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബെസീഡിയോമൈസീറ്റ്സ് ആണ്. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് കഴിക്കുന്ന ഫംഗസ്. നമ്മൾ ചുറ്റിനും കൂടുതൽ കാണുന്ന ഫംഗസ് എന്ന് പറയുന്നത് ഈ ബെസീഡിയോമൈസീറ്റ്സ് ആണ്. ഇത് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്, ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്. ഇതിനാണ് നമ്മൾ ഫംഗസ് എന്ന് പറഞ്ഞ് മനസ്സിൽ കണ്ടിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടില്ല ചിപ്പിക്കൂണൊക്കെ ഉള്ളത്, അതിതാണ് ആ തൊപ്പി പോലത്തെ കൂണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ബോഡി സെപ്റ്റേറ്റ് ആയിരിക്കും, ബ്രാഞ്ച്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിന് എസെക്ഷൽ റീപ്രൊഡക്ഷൻ അങ്ങനെ കാണാറില്ല. വെജിറ്റേറ്റീവ് കാണാറുണ്ട്, ഫ്രാഗ്മെൻറ്റേഷൻ. അതായത് ഒരു ഫംഗസ് ബോഡി മുറിഞ്ഞ് പല പാർട്സ് ആയിട്ട് പോകും. അതിൽ ഓരോ പാർട്സിൽ നിന്ന് ഓരോ ഫംഗസ് ഉണ്ടാവും, അങ്ങനെ കാണാറുണ്ട്. ഇതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇച്ചിരി അഡ്വാൻസ്ഡ് ടൈപ്പാണ്. ആദ്യം ഇതിൻ്റെ സൈറ്റോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യും. 2 ഫംഗസിൻ്റെ സൈറ്റോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യും. അതിനുശേഷം അതിനകത്തുള്ള ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യും. എന്നിട്ട് ഇത് ബെസീഡിയം എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടാക്കും. ഈ ബെസീഡിയത്തിൽ നിന്ന് ബെസീഡിയോസ്പോർ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടാക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇതെന്തായി നടക്കുന്നേ, തല പെരുക്കൂലോ അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും നിങ്ങൾ വീണ്ടും പഠിക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഓക്കെ ആയിട്ട് വരും. ഈ ബെസീഡിയം എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്ന് ബെസീഡിയോസ്പോർ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടാവും. എല്ലാം ഈ ബെസീഡിയോ ചേർത്ത് ഓർത്തിരുന്നാൽ മതി. എന്നിട്ട് ആ സ്പോറിൽ നിന്ന് പുതിയൊരു ഫംഗസ് ഉണ്ടാവും. ഇതിൻ്റെ എക്സാമ്പിളാണ് അഗാരിക്കസ്, കൂണില്ലേ അഗാരിക്കസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്യൂട്ടറോമൈസീറ്റ്സ് ആണ്. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് മറ്റേതൊക്കെ പോലെ തന്നെ സെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്. ഇതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ കൊണീഡിയാണ് കാണുന്നത്. ഇതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല. ഇതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് കളക്ടോട്രിക്കം എന്ന് പറയുന്നൊരു ഫംഗസ് ഉണ്ട്. നമ്മൾ ഈ ഷുഗർ കെയിനിലൊക്കെ രോഗം ഉണ്ടാക്കുന്ന ഫംഗസാണ് കളക്ടോട്രിക്കം. നമ്മുടെ കരിമ്പിലൊക്കെ ഇത് ബാധിക്കുകയാണെങ്കിൽ കരിമ്പിൽ നിന്നൊക്കെ ഒരു ബ്രൗൺ കളർ ലിക്വിഡൊക്കെ വന്നിട്ട് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലൊക്കെ വരും, ഒരു ഫൗൾ സ്മെല്ലൊക്കെ വരും. നമുക്ക് പഠിക്കാനുള്ളത് 2 കിങ്ഡോഡുണ്ട്, പ്ലാന്റേയും അനിമേലിയയും. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ പഠിക്കും. സുവോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് ആനിമേലിയ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ബോട്ടണിയിൽ ഇനി പഠിക്കുന്നത് ഫുള്ള് പ്ലാന്റയുടെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ബാക്കി എന്ന് പറയുന്നത് ഒന്ന് വൈറസ്, വൈറോയിഡ്സ്, പ്രിയോൺസ്. ഇവരുടെ പ്രത്യേകത വൈറസ് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രോട്ടീൻ കോട്ടും കാണും, ഒരു ജനറ്റിക് മെറ്റീരിയലും കാണും, RNA, DNA.
വൈറസിന് എന്തൊക്കെയുണ്ട്? ഒരു ജനറ്റിക് മെറ്റീരിയലും ഒരു പ്രോട്ടീൻ കോട്ടും ഉണ്ട്. വൈറോയിഡ്സിന് എന്തുണ്ട്? ജനറ്റിക് മെറ്റീരിയലുണ്ട്, പ്രോട്ടീൻ കോട്ട് ഇല്ല. ഓക്കെ, ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ വൈറോയിഡ്സിന്. അതേ സ്ഥാനത്ത് നമ്മൾ പ്രിയോൺസിലേക്ക് വരികയാണെങ്കിൽ പ്രിയോൺസിന് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ, ജനറ്റിക് മെറ്റീരിയൽ ഇല്ല. വൈറസിനാണെങ്കിൽ ഇത് രണ്ടും ഉണ്ട്. വൈറോയിഡ്സിന് ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ, പ്രിയോൺസിന് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ലൈക്കൺസ്. നമ്മൾ ലൈക്കൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽഗയൊക്കെ നമ്മൾ പഠിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ആൽഗി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഗ്രൂപ്പുണ്ട്. ഈ ആൽഗയും നമ്മുടെ ഫംഗസൂടെ ചേർന്ന ഒരു അസോസിയേഷനാണ്, പരസ്പരം ഗുഡായിട്ടുള്ളൊരു മ്യൂച്വലിസ്റ്റിക് അസോസിയേഷനാണ് ലൈക്കൺ എന്ന് പറയുന്നത്. ഇതിലെ ആൽഗൽ മെമ്പറിനെ നമ്മൾ ഫൈക്കോബയോണ്ട് എന്നും ഫംഗൽ മെമ്പറിനെ നമ്മൾ മൈക്കോബയോണ്ട് എന്നും വിളിക്കും. ഫൈക്കോ എന്ന് വെച്ചാൽ പ്ലാന്റാണ്. എപ്പോഴും ഫൈക്കോ എന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ ആൽഗി ഒരു പ്ലാന്റ് ആയതുകൊണ്ട് അതിനെ ഫൈക്കോബയോണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. മൈസീലിയമാണ് ഇതിൻ്റെ ബോഡി എന്ന്, അതുകൊണ്ട് മൈക്കോ എന്ന് പറയുന്ന വാക്ക് എവിടെ കണ്ടാലും അത് ഫംഗസാണ്. മൈക്കോബയോണ്ട് ഫംഗൽ കമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരുമാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ബൈ.